അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, സ്വപ്നം പലപ്പോഴും വ്യക്തികൾക്കനുസരിച്ച് അതിൻ്റെ വ്യാഖ്യാനം വ്യത്യാസപ്പെടും. കൂടുതൽ വിവരണം ആവശ്യമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു സ്ത്രീ ചെന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഒരു സ്തൂപം എൻ്റെ മേൽ പൊളിഞ്ഞു വീഴുന്നത് ഞാൻ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഭർത്താവ് യാത്ര കഴിഞ്ഞ് സുരക്ഷിതനായി തിരിച്ചു വരുന്നതാണ്. എന്നാൽ ഇതേ കാര്യം തന്നെ മറ്റൊരു സ്ത്രീ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വ്യക്തികൾക്കനുസരിച്ച് മാറും. അതുപോലെ തന്നെ സമയത്തിനനുസരിച്ചും സ്വപ്നങ്ങൾ പലപ്പോഴും വ്യത്യാസപ്പെടുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ സ്വപ്നം കണ്ടതിൻ്റെ നേരെ വിപരീതമായിരിക്കും ചിലപ്പോൾ വരുന്നത്. കണ്ടതിന് നേരെ വിപരീതം. അതുപോലെ തന്നെ താൻ അപകടത്തിൽപ്പെട്ടത് കണ്ടാൽ ചിലപ്പോൾ അത് നേരെ ആ കാര്യത്തിന് ഈ കണ്ട ആള് ഒരിക്കലും വിധേയനാകുന്നില്ല, മറിച്ച് അവൻ്റെ കുടുംബക്കാരോ അവൻ്റെ ബന്ധക്കാരോ അവൻ്റെ അടുത്ത ആളുകളോ ആരെങ്കിലും ആയിരിക്കും ആ അപകടത്തിൽ അല്ലെങ്കിൽ പ്രയാസത്തിൽപ്പെടുന്നത്. ചിലപ്പോൾ അപകടം കണ്ടാൽ അവന് അത് രക്ഷയായി മാറുകയും ചെയ്യും. ഇങ്ങനെ പല രീതിയിലായിരിക്കും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ വരുന്നത്. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യൻ ധാരാളം സ്വപ്നങ്ങൾ കാണുന്നു. അവയൊന്നും പുലരാൻ അവൻ യോഗ്യനോ അവൻ്റെ സാഹചര്യങ്ങൾ അനുകൂലമോ അല്ലെങ്കിൽ അവൻ്റെ സഹോദരൻ, പിതാവ്, പുത്രൻ, മറ്റു ബന്ധുക്കൾ എന്നിവരൊക്കെയായിരിക്കും അത് പുലരുക. അതിനാൽ വ്യാഖ്യാതാവ് സ്വപ്നം കണ്ടവൻ്റെ കുടുംബ സാഹചര്യങ്ങളും അയാളുടെ ജീവിത സാഹചര്യങ്ങളും എന്നൊക്കെ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം വ്യാഖ്യാനിക്കേണ്ടത് എന്ന് മഹാനവറുകൾ നിർദ്ദേശിച്ചത് കാണാം.